ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓയിസ്റ്റർ മഷ്റൂം വെച്ചിട്ട് ഒരു ഓംലെറ്റ് ആണ്. അതിന് നമ്മൾ ആദ്യം ഓയിസ്റ്റർ മഷ്റൂം ക്ലീൻ ചെയ്തെടുക്കണം. അതിന് താഴെയുള്ള സ്റ്റെം ഒന്ന് ഇങ്ങനെ നുള്ളി കളയണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കീറിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ക്ലീനിങ് പ്രൊസീജിയർ. എന്നിട്ട് നല്ലപോലെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. അതൊന്ന് സോട്ട് ചെയ്യണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഓയിസ്റ്റർ മഷ്റൂം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇത്തിരി ഉപ്പ് ആവശ്യത്തിനും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് 2 മുട്ട ഒരു ബൗളിലിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. ആ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ, അത് പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡാവും. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മഷ്റൂം അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് പതിയെ നമ്മളിത് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുന്നത് ഇത്തിരി കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അങ്ങനെ പതിയെ നമ്മൾ റോൾ ചെയ്തിട്ട് പുറത്തേക്ക് ഒന്നും വരാത്ത രീതിയിൽ വേണം റോൾ ചെയ്യാൻ. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മിച്ചം ഉണ്ടായിരുന്ന ആ മുട്ടയും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ നമ്മൾ ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെയും കവർ ചെയ്ത് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചീസിൻ്റെ സ്ലൈസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇത് റോൾ ചെയ്യണം. കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. മഷ്റൂം വയ്ക്കുമ്പോൾ തന്നെ ചീസ് വയ്ക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കെയർഫുള്ളായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാവുന്ന ഒരു ഓംലെറ്റാണ്. ഓയിസ്റ്റർ മഷ്റൂം ഹെൽത്തിന് വളരെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് കീർത്തി.